ചിലർ ബാത്റൂമിൽ കയറിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ വലിയ പാടാണ്. കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലും കുറച്ചു നേരം കൂടി ബാത്റൂമിൽ ചിലവഴിക്കുന്നവരാണ് ഇക്കൂട്ടത്തിലുള്ളവർ. എന്നാൽ ഈ ശീലത്തിന് ഒരു പേര് വീണു കഴിഞ്ഞു: ബാത്റൂം ക്യാമ്പിംഗ്. സോഷ്യൽ മീഡിയയിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ സംഭവ സവിശേഷതകളെ കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ശുചിമുറിയിൽ പോകുന്നത് ഒന്നുകിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ ആയിരിക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ബാത്റൂമിൽ ദീർഘസമയം ചെലവഴിക്കുന്നതിനെയാണ് ബാത്റൂം ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും പുറം ലോകത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് മാറി നിൽക്കാനും കുറച്ചു സമയം തനിച്ചിരിക്കാനുമാണ് ആളുകൾ ബാത്റൂം ക്യാമ്പിംഗ് നടത്തുന്നത്. പുറത്തുനിന്ന് ആരുടെയും ഇടപെടലില്ലാതെ അല്പം സമാധാനത്തോടെ ശാന്തമായിരിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. പലപ്പോഴും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡ് നോക്കുകയോ പാട്ട് കേൾക്കുകയോ അല്പസമയം മൗനത്തിലിരിക്കുകയോ ഒക്കെയാണ് ഇങ്ങനെ ബാത്റൂം ക്യാമ്പിംഗ് നടത്തുന്നവർ ചെയ്യുക. ദൈനംദിന ജീവിതത്തിലെ ഉത്കണ്ഠകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ആളുകൾ പലപ്പോഴും ഇതൊരു ഭാഗമാക്കുന്നത്. ആളും തിരക്കും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് കുറച്ചുനേരം തനിച്ച് സമാധാനത്തോടെ ഇരിക്കാനാണ് അതേസമയം ഇതൊരു സാധാരണ കാര്യമായാണ് കണക്കാക്കുന്നത്. എങ്കിലും മാനസികാരോഗ്യത്തിന് ഇത് ഗുണം ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തലുണ്ട്. വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നെർവസ് സിസ്റ്റം പ്രവർത്തനക്ഷമമാക്കാനും ഇത്തരക്കാർക്ക് കഴിയാറുണ്ട്. പലപ്പോഴും അമിതമായി വരുന്ന ചിന്തകളെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു.